സംസ്ഥാനത്തെ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ്. സംസ്ഥാനത്തെ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ്. ഏറനാട്, മലപ്പുറം. സംസ്ഥാനത്തെ ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്, മലപ്പുറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത്. കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. അടുത്തിടെ ഏത് സംസ്ഥാനമാണ് ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്തത്? മിസോറാം. അടുത്തിടെ ഏത് സംസ്ഥാനമാണ് ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്തത്? മിസോറാം. സംസ്ഥാനത്ത് ISO അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്, മലപ്പുറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് കമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. അടുത്തിടെ ഏത് സംസ്ഥാനമാണ് ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്തത്? മിസോറാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? സുമൻ കുമാർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? സുമൻ കുമാർ. ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം. 2. ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 2. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായി അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റിൻ്റെ സംരംഭം ഏതാണ്? സ്കൈപ്പ്. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായി അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ സ്കൈപ്പാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? സുമൻ കുമാർ. ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം എത്ര? 2. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായി അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭം ഏതാണ്? സ്കൈപ്പ്. 2025 രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം ഏതാണ്? വിദർഭ. 2025 രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം ഏതാണ്? വിദർഭ. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവികളുടെ ഫോസിൽ ഏതാണ്? കംബെക്കാരിസ് ഒബനൈസിസ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവികളുടെ ഫോസിൽ ഏതാണ്? കംബെക്കാരിസ് ഒബനൈസിസ്. സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് മിസോറാമിലാണ്. സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് മിസോറാമിലാണ്. 2025 രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ടീം ഏതാണ്? വിദർഭ. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ ജീവികളുടെ ഫോസിൽ ഏത്? കംബെക്കാരിസ് ഒബനൈസിസ്.
സ്ത്രീകളുടെ ഇടയിൽ സംരംഭകത്വം വർദ്ധിപ്പിക്കുന്നതിനായി നീതി ആയോഗ് വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് മിസോറാമിലാണ്. ഒരു രാജ്യം ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ അടിയന്തര സേവനങ്ങളും ഇനി മുതൽ ലഭ്യമാക്കുന്ന നമ്പർ 112. ഒരു രാജ്യം ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് ഉൾപ്പെടെ എല്ലാ അടിയന്തര സേവനങ്ങളും ഇനി മുതൽ ലഭ്യമാക്കുന്ന നമ്പർ 112. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏതാണ്? എംബക്സ് ബ്രിഗേഡ്. ഉത്തരാഖണ്ഡിലെ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏത്? എംബക്സ് ബ്രിഗേഡ്. ഒരു രാജ്യം ഒറ്റ കൺട്രോൾ റൂം നമ്പറിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് ഉൾപ്പെടെ എല്ലാ അടിയന്തര സേവനങ്ങളും ഇനി മുതൽ ലഭ്യമാക്കുന്ന നമ്പർ 112. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏത്? എംബക്സ് ബ്രിഗേഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.